സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങി, ശാന്തമായി കിടന്നുറങ്ങി, ഉണർന്നെഴുന്നേൽക്കുന്നു. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. സ്നേഹമുള്ളവരെ, ശാന്തമായി കിടന്നുറങ്ങുക. സങ്കീർത്തകൻ പറയുന്നൊരു കാരണം എന്താ അറിയാമോ? എനിക്ക് ഈ ശാന്തത ലഭിച്ചതിൻ്റെ കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഉറങ്ങുന്നത് എന്നതാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ ഉറക്കം കെടുത്തുന്ന പല കാര്യങ്ങളും, അതിൻ്റെ കാര്യങ്ങൾ ചകഞ്ഞ് ചെല്ലുമ്പോൾ നാം പലപ്പോഴും പലതിൻ്റെയും പിടിയിലും അതിൻ്റെ കരങ്ങളിലുമായി പോകും. അതിനെ ആ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളിലാണ് നമ്മുടെ ജീവിതം അമർന്നിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തകൻ തൻ്റെ ശാന്തമായ ഉറക്കത്തിൻ്റെ കാരണം, അവൻ ശാന്തമായി ഉറങ്ങി, ഞാൻ ഉണർന്നെഴുന്നേറ്റു, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ശാന്തത, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? അത് കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ്, കർത്താവിൻ്റെ കരത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്. സങ്കീർത്തകൻ പറയുക, ഞാൻ ശാന്തമായി ഉറങ്ങി, ഉണർന്നെഴുന്നേറ്റു, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഉറങ്ങിയത്. നീ ഉറങ്ങുമ്പോഴും അത് കർത്താവിൻ്റെ കൂടെയാണെന്നറിയണം. നീ എഴുന്നേൽക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെയാണെന്നറിയുക. നീ ഇന്ന് യാത്ര ചെയ്യുമ്പോഴും അത് കർത്താവിൻ്റെ കൂടെയാണെന്നറിയുക. നീ പഠിക്കാൻ പോകുമ്പോഴും അത് കർത്താവിൻ്റെ കൂടെ, നീ യാത്ര ചെയ്യുമ്പോഴും കർത്താവിൻ്റെ കൂടെ. നീ ഇന്ന് എന്ത് ചെയ്താലും, നിൻ്റെ ചിന്തയായിക്കൊള്ളട്ടെ, കാഴ്ചയായിക്കൊള്ളട്ടെ, കേൾവി ആയിക്കൊള്ളട്ടെ, പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, എന്തും അത് കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ അതിനെല്ലാം ഒരു ശാന്തത ഉണ്ടാകും, അതിനെല്ലാം ഒരു സൗന്ദര്യമുണ്ടാകും. കൃപയുള്ളതാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.